പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ഗാഡ്. ദൈവസന്നിധിയിൽ ഇത്രത്തോളം ആയിരുന്നല്ലോ, ഒരു ഫാമിലി എന്ന പോലെ, ഒരു കുടുംബം എന്ന പോലെ ദൈവദാസൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ആമേൻ നമ്മൾ അന്യോന്യം ഷെയർ ചെയ്ത ഭാരങ്ങളെ ഷെയർ ചെയ്യുന്ന ആ ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവകർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ അതുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല. പ്രത്യേകിച്ച് ഗസ്റ്റായിട്ട് ഞാൻ കണ്ടു സിസ്റ്റർ ശ്രീലേഖ നമ്മുടെ മധ്യ ഉണ്ടല്ലോ. ദൈവദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഡോക്ടർ ഫെയ്ബ ജോവൽ, ഐ തിങ്ക് ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം ഐ എം ഹിയറിംഗ് ഹർ സിംഗിങ്. വാട്ട് എ ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യത്തോട് ആത്മാവിലൊന്ന് പാടുവാനും ആത്മാവിലൊന്ന് ആരാധിക്കാനും കഴിയുന്ന നമ്മുടെ ജീവിതത്തിൽ എന്ത് കുളിർമയാണ്, എന്ത് പീസ്ഫുൾ ആണ്, എന്ത് സമാധാനമാണ്, എന്ത് വിടുതലാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാൽ എത്ര ആരാധിച്ചാലും we can just flow in the spirit. ആ ഒരു നദിയുണ്ട്, അത് ദൈവത്തിന്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ നദിയിൽ ഒന്ന് ഫ്ലോ ചെയ്താല് അമ്മ എല്ലാ മാലിന്യങ്ങളും അവിടെ മാറിപ്പോവുകയാണ്, എല്ലാ അശുദ്ധിയും അവിടെ മാറിപ്പോവുകയാണ്. ആ റിവർ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സമാധാനത്തിന്റെ നദി. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് ഒരിക്കലും the world is like നമ്മളൊരു സീക്കകത്തിൽ, ഒരു കടലിനകത്തിൽ ഇങ്ങനെ കപ്പലിൽ ഇങ്ങനെ ഓളത്തിന്റെയും തിരമാലയുടെയും ഇടയിൽ കൂടി ഇങ്ങനെ ഇറ്റ്സ് സോ മച്ച് റഷ് ആൻഡ് സോ മച്ച് കെയോസ് ആൻഡ് കൺഫ്യൂഷൻ ഉള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു നദി, ഹല്ലേലൂയ, that gives us peace. നമുക്ക് സമാധാനം, നമുക്ക് റെസ്റ്റ് തരുന്നത്, നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്, അതാണ് പരിശുദ്ധാത്മാവിന്റെ നദി എന്ന് പറയുന്നത്. ആ നദിയിൽ നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കുമ്പോൾ, ആ ദൈവകൃപ പ്രാപിച്ച ജനം ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുമ്പോൾ എന്തോ ഒരു വിടുതല, എന്തോ ഒരു സന്തോഷമാ. എന്തെല്ലാം കെയോസിന്റെ മധ്യത്തിലും ഹല്ലേലൂയ കർത്താവ് തരുന്ന സമാധാനം, കർത്താവ് തരുന്ന വിടുതലൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവദാസിയെ സഹായിക്കട്ടെ, ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോ വെപ്പൺസ്, നമുക്കെതിരായി വരുന്ന ഓരോ ആയുധവും ഫലിക്കയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കാരണം നമ്മളിൽ ഉള്ളവൻ ലോകത്തുള്ളവനെ ജയിച്ചിരിക്കുന്നു. പിശാചിന്റെ എത്ര ശക്തികൾ നമുക്കെതിരായിട്ട് വന്നാലും ഹല്ലേലൂയ കർത്താവ് നമ്മോടുള്ള വാഗ്ദത്തമാണ്. ആമേൻ, സ്തോത്രം. അവൻ നമ്മെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അവൻ നമ്മെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. തിരമാലകളൊക്കെ ആമേൻ കയറി വരുമ്പോൾ ഹല്ലേലൂയ ദൈവദാസന്മാർക്ക് ആശ്രയിപ്പാൻ ഹല്ലേലൂയ ഒരു സങ്കേത നഗരമുണ്ട്, ഒരു ആശ്രയിപ്പാൻ നല്ല ആമേൻ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം, അവന്റെ നാമം പോലെ എത്ര മാധുര്യ നാമം വേറെ എന്തുള്ളൂ. ആമേൻ. അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. വിടുതലുകളെ പകരുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം. ഇന്ന് രാത്രിയിലും ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ സൗഖ്യമാക്കും. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നതിന്മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ. ഇന്ന് പ്രശ്നങ്ങളുടെ മേൽ പരിഹാരം തരുന്ന ദൈവമാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഈ സൂം ലൈനിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഏത് അവസ്ഥയിൽ നാം ആയിരിക്കുന്നു, കർത്താവ് നമ്മെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു നമ്മളെ we are glory carriers. ആമേൻ. നമ്മൾ പറയും, കർത്താവേ എന്നെ നിന്റെ ആത്മാവിൽ നിറയ്ക്കണം, എല്ലാം നല്ലത് നമ്മളെ നിറയ്ക്കണം. എന്നാൽ നമ്മളെ ഓരോ ദിവസവും ആ ഗ്ലോറിയെ നാം വഹിക്കുന്നവരാണോ, നാം ക്യാരി ചെയ്യുന്നവരാണോ, അതോ നമ്മൾ ഒരിക്കൽ പ്രാപിച്ച് ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുന്നവരാണോ, അതോ every moment every hour Lord I need you Lord. Hallelujah. ആ മഹത്വത്തെ നാം ക്യാരി ചെയ്യുന്നവരാണെങ്കിൽ നമ്മളിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലത്തെ ആരാധന ചില കുടുംബങ്ങൾക്ക് വിടുതലാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന ദൈവശക്തി ചില ശരീരങ്ങൾക്ക് വിടുതലായി വ്യാപരിക്കുകയാണ്. രോഗസൗഖ്യം ഹരമാൻ ദൈവ പ്രവൃത്തി
പ്രവൃത്തി, ഹല്ലേലൂയ, അതിവേഗം ഓടുന്ന വചനം, അമാന ഹത്തൂന റബസ്യ, എവിടെയെല്ലാം ഡിഫിക്കൽട്ടി, എവിടെയെല്ലാം തടസ്സങ്ങൾ, എവിടെയെല്ലാം ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നുവോ, യേശുവിന്റെ നാമത്തില് ദൈവ പ്രവൃത്തി അവിടേക്ക് നിനക്ക് വേണ്ടി മുമ്പായി ദൂതനെ അയച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവജനം ധൈര്യത്തോടെ ഭയപ്പെടാതെ ദൈവ കൃപയിൽ ആശ്രയിക്കുന്ന ദൈവജനത്തിനു വേണ്ടി ആമേൻ പണ്ട് തന്നെ പ്രവർത്തിച്ചിട്ട് ഒരു നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല. ദൈവത്തിന് മഹത്വം. എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ല, സകലത്തിനും മതിയായ ദൈവം, എന്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമാ വല്ല കാര്യമുണ്ടോ? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ബലമില്ലാത്തവർക്ക് ബലം നൽകുന്ന ദൈവം, ശക്തിയില്ലാത്തവർക്ക് ശക്തി കൊടുക്കുന്ന ദൈവം. ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ മൺകൂടാരങ്ങളിന്മേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി. കർത്താവേ, ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയാത്തത് പലതുണ്ട് കർത്താവേ, ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് പലതുണ്ട്. ദൈവത്തിന്റെ പൈതലെ, നിനക്ക് ഇന്ന് അസാധ്യമെന്ന് തോന്നുന്നത് നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ട് കഴിയാത്തത് എന്നാൽ ദൈവത്തിൽ പറയുന്നു, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. I can do all things through Christ that strengthen me. ആമേൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ആമേൻ വായെടുത്ത് വിളിച്ചു പറയണം, ഡിക്ലെയർ ചെയ്യണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനാണ്. യേശുവിന്റെ നമ്മുടെ കഴിവുകൊണ്ട് നോക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ പൈതങ്ങളെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഏത് പ്രശ്നം, എത്ര മല പോലെയുള്ള പ്രശ്നമായിക്കൊള്ളട്ടെ, നമുക്ക് ചെയ്യാൻ കഴിയാത്ത അനേക വിഷയങ്ങളുണ്ട്. ആമേൻ. ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ അനേകമുണ്ട്, നമ്മളെ കൊണ്ട് നടക്കത്തില്ല. എന്നാൽ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നുവോ? എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്റെ ദൈവം അത് ചെയ്തെടുക്കും. ആമേൻ. തടസ്സങ്ങളെല്ലാം മാറിത്തരും യേശുവിന്റെ നാമത്തിലെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ വചനം ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. എന്നോട് ദൈവം ഇടപെടണമേ കർത്താവേ. എനിക്കൊരു മനുഷ്യ ശബ്ദം വേണ്ടേപ്പാ, ഒരു പാരമ്പര്യത്തിന്റെ വചനങ്ങൾ എനിക്ക് വേണ്ട കർത്താവേ. ആത്മാവ് തന്നെ നമ്മളെ അറിയുന്നതവൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് ഇടപെടും. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം അറിയുന്നു. നമ്മെ കാണുന്ന ഒരു ദൈവം ഈ പ്രയർ ലൈൻ, ഈ സൂം ലൈനിൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ കാണുന്ന ഒരു ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്ന ദൈവം, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. എന്ന ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല, അസാധ്യങ്ങൾ ഒന്നുമില്ല. ദൈവം നമ്മെ അറിയുന്നു. ആമേൻ. സ്തോത്രം. നമ്മൾ വിചാരിക്കും, കർത്താവ് ഇത്രയും പേരൊക്കെ ഉണ്ടല്ലോ, അവരുടെ പലർക്കും പല വിഷയങ്ങൾ ഉണ്ടല്ലോ, എന്നെ എങ്ങനെയാണ്? ആമേൻ. പരിശുദ്ധ ഓർപ്പിക്കുന്നത്, യേശു ഒരിക്കൽ ഇങ്ങനെ കടന്നു പോകുക. ഐ തിങ്ക് ഒരു ന്യായപ്രമാണിയുടെ മകള്, അതെ, ഒരു റൂളർ, അവളുടെ മകള് സൗഖ്യമില്ലാതെ ഇരിക്കുക. ആ ഭവനത്തിൽ പോയി സൗഖ്യത്തിനു വേണ്ടി അവിടോട്ട് പോകുന്ന യാത്രയിലാണ് ഒരു സ്ത്രീ അവള് വന്ന് ആമേൻ വർഷങ്ങളായി ഒരു വിത്ത് ഇഷ്യൂ ഓഫ് ബ്ലഡ്, അല്ലെ എന്തോ പറയുന്നത്, രക്തസ്രവം ഉള്ള ഒരു സ്ത്രീ 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവായിട്ടും ഒട്ടും ഭേദം വരാതെ നമുക്കറിയാം. താങ്ക് യു സിസ്റ്റർ സൂസൻ. നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. യേശു ഒരു ഉത്തരവാദിത്വമായിട്ട് ഒരു 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 കാര്യവുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ആമേൻ, ഒരു സ്ത്രീയുടെ ആവശ്യം അറിഞ്ഞ് ആ സ്ത്രീ അവിടെ പറയുന്നുണ്ട്, എന്റെ യേശുവിന്റെ തൊങ്ങൽ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. യേശു പറയുന്നു, ആരോ എന്നെ തൊട്ടു. ഇന്ന് രാത്രിയിലും ആമേൻ, പരിശുദ്ധാത്മാവ് ഓർപ്പി നമ്മുടെ ഹൃദയത്തിന്റെ ദാഹത്തോടെ ഇരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന് ഇടപെടുവാനുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്ന നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പോകുന്ന വഴിയിൽ അവള് പറയുന്നു, എനിക്ക് യേശുവിനെ ഒന്ന് തൊടുവാൻ, അവൾക്ക് തൊടാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ല, അവൾക്ക് അതിനുള്ള അനുവാദമില്ല. ബിക്കോസ് ഷി ഹാസ് ആൻ ഇഷ്യൂ ഓഫ് ബ്ലഡ്. എങ്കിലും അവൾ പറയുകയാണ്, അവളുടെ ഹൃദയത്തിൽ ചിന്തിക്കാണ്, എനിക്ക് യേശുവിനെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. വളരെ നാളുകളായി എന്റെ പ്രശ്നത്തിന് പരിഹാരമില്ലാതിരിക്കുന്നതാ. എന്നാൽ ദൈവത്തിന്റെ പൈതലെ ഒരു കാര്യം ഓർക്കണം, ഹി ഹാസ് എ കൈറോസ് മൊമെന്റ്. ദൈവത്തിനൊരു
ഓപ്പർച്യൂൺ, ഒരു ദൈവത്തിനൊരു മൊമെന്റ് നിന്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം തക്ക സമയം നോക്കിയിരിക്കുക. ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അത് അല്പം പോലും താമസിക്കുകയുമില്ല. അല്പം പോലും ദൈവത്തിന്റെ ഓപ്പർച്യൂൺ ടൈമില് ദൈവം തക്ക സമയത്തിന് വേണ്ടി തന്റെ ഭക്തന്മാർക്ക് വേണ്ടി. എന്നാൽ നാം നമ്മളെ തന്നെ അതിനുവേണ്ടി ഒന്ന് പൊസിഷൻ ചെയ്യണം. നാം നമ്മെ തന്നെ അതിനുവേണ്ടി ഒന്ന് ഒരുക്കണം. നമ്മുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി ഒന്ന് ഒരുക്കണം. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന് ഒന്ന് തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി അവിടെയാണ് കാണുന്നത്. അവള് പറഞ്ഞു, എനിക്ക് സൗഖ്യം. യേശു പറഞ്ഞു, somebody has touched me. ഹല്ലേലൂയ. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആമേൻ, സ്തോത്രം, കണ്ണുനീർ ഒഴുക്കുന്ന ദൈവ പൈതലേ, ഉപവസിക്കുന്ന ദൈവ പൈതലേ, നിന്റെ വിഷയത്തിന്മേൽ അവൻ നിൽക്കും. ഹല്ലേലൂയ. അവരിൽ നിന്ന് ശക്തി പുറപ്പെടും. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും. എത്ര പേർ കർത്താവിനെ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവനെന്നും സർവശക്തനായ ദൈവമാണ്. He has not only power that he is a sovereign God. Hallelujah. അവൻ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധി നമുക്ക് വലിയ പ്രതീക്ഷയോടെ ഇരിക്കാം. സ്വർഗ്ഗ പിതാവേ, ഇന്ന് ആമേൻ, സ്തോത്രം, നമുക്ക് ഒരു നിമിഷം നമ്മളെ സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാം. ഒരു വചനം വായിക്കാം. ആമേൻ, സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനത്തോടും പരിശുദ്ധാത്മാവ് ഇൻഡിവിജ്വൽ ആയിട്ട് ഇടപെടണം. പരിശുദ്ധാത്മാവിന് അത് കഴിയും കർത്താവേ. ആമേൻ, വചനം ഏതെല്ലാം രീതിയിൽ എന്റെ നാവ് കൊണ്ട് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട് കർത്താവേ, എനിക്ക് പറയുവാൻ ലിമിറ്റേഷൻ ഉണ്ട് കർത്താവേ. എന്ന പരിശുദ്ധാത്മാവ് ഹരമാനദനെ ഖോളോറബാസേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആഴങ്ങളെ അറിയുന്ന ദൈവം, ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിയുന്ന ദൈവം. കർത്താവ് ഓരോരുത്തർക്കും വേണ്ട തക്കതായിട്ടുള്ള ആമേൻ പേഴ്സണലായിട്ട് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി കാലം ആമേൻ ദൈവത്തിന്റെ ജനത്തോട് കർത്താവ് ഇടപെടണം. ഓരോരുത്തർക്കും വേണ്ട ദൈവം നൽകി കൊടുത്താട്ട് കർത്താവേ. I thank you Lord, how beautiful you are, how great you are. Hallelujah. സർവശക്തനായ ദൈവം, എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവൻ, സൗഖ്യമാക്കുന്നവൻ, വിടുവിക്കുന്നവൻ, ആമേൻ, രക്ഷിക്കുന്നവൻ. ഹല്ലേലൂയ. രക്ഷിക്കുന്ന വീരനായി സൈന്യങ്ങളുടെ യഹോവ പുറപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ കൺഫ്യൂഷനും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ എല്ലാ പ്ലാനുകളെയും ഞാൻ ബൈൻഡ് ചെയ്യാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുക. ദുഷ്ട പിശാചെ മാറിയ തരിക, വഴിമാറി തരിക യേശുവിന്റെ നാമത്തിലെ. അനാരകതല ചീരബലവാസീഖരബൗഡാറവസ്യ. എവിടെയെല്ലാം ദുഷ്ടൻ തടസ്സം വെച്ചോ, പ്രാർത്ഥനയ്ക്ക് മറുപടി തടസ്സമാക്കി വെച്ചോ, ആമേൻ, ആത്മ മണ്ഡലത്തിൽ, ആകാശ മണ്ഡലത്തിൽ, ആമേൻ, ദൂരഭാര അധാര ഹസ മറുപടി തടസ്സമാക്കി വെച്ചിരിക്കുന്ന ദുഷ്ടന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഞങ്ങൾ ശാസിച്ചകറ്റിയാണ്. യേശുവിന്റെ നാമത്തിൽ തക്ക സമയത്ത് ദൈവജനത്തിലുള്ള മറുപടി കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടപിശാചിന്റെ ശക്തികളെ ഞങ്ങൾ ബൈൻഡ് ചെയ്യാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. രാത്രിയിലത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം സാംസ് 37 37 അതിന്റെ 25 വാക്യം, അല്ലെ 23 മുതൽ ഒന്ന് വായിക്കാം. പ്രൈസ് ഗാഡ്. സിസ്റ്റർ സൂസൻ 23 മുതൽ ഒന്ന് വായിച്ചാട്ട്. പ്രൈസ് ലോർഡ്. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലംപരിച്ചാകിയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരമില്ലാതിരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു. അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. Thank you so much, Ranjit. Praise the Lord, Pastor, Evangelist. Praise God. Hallelujah. കണ്ടു വളരെ സന്തോഷം. Thank you so much. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ദാവീദ് പറയുകയാണ്. ദാവീദ് പ്രായമുള്ള സമയത്ത് എഴുതിയാണ് ഈ 37 സങ്കീർത്തനം. പ്രായമുള്ളപ്പോഴാ. കാരണം യങ്ങർ ജനറേഷന് വേണ്ടി എഴുതുന്ന ഒരു ഭാഗമായത് 37 സങ്കീർത്തനത്തില്. കാരണം ദാവീദ് പല എൻകൗണ്ടേഴ്സ്, പല ചലഞ്ചുകളിൽ കൂടി കടന്നു പോയതാണ്, നമുക്കറിയാം. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തില് ഒരു സമ്മറിയായിട്ട് പറയുകയാണ്. പല രീതിയില് പല അവസ്ഥകളിൽ കൂടി ദാവീദ് കടന്നുപോയി. ഹല്ലേലൂയ. അവൻ ഒരു കാര്യം പ്രത്യേകം യങ്ങർ ജനറേഷനിൽ പറയണേ, നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, ഞാൻ ബാലനായിരുന്നു, ഐ വാസ് യങ്.
ഞാൻ വൃദ്ധനായി തീർന്നു. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പവിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര ഒരു വിശ്വസ്തനായ ദൈവത്തെ നമുക്കൊന്ന് സ്നേഹിക്കുവാനും അറിയുവാനും ഭാഗ്യം തന്നില്ലേ? കർത്താവ് നടത്തിയില്ലേ? കർത്താവ് വിശ്വസ്തത രുചിച്ചറിഞ്ഞില്ലേ? രുചിച്ചു നോക്കിയിട്ടില്ലേ കർത്താവിന്റെ വിശ്വസ്തത? എന്നാൽ ഇന്ന് നിന്റെ പ്രശ്നത്തിന് ഇന്ന് നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണോ? നാം പരിഭവപ്പെട്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. കർത്താവേ, ആർ യു അൺഫെയർ? നമ്മൾ ചിലപ്പോൾ ചോദിക്കും, എന്റെ ദൈവമേ, നീ അൺഫെയർ ആണോ? ഇത് ഫെയർ അല്ലല്ലോ, ഇത് ഫെയർ അല്ലല്ലോ, ഇത് ഇങ്ങനെ നടക്കേണ്ട. എന്നാൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, ഇന്ന് നിന്റെ കണ്ണിൽ ചിലതൊക്കെ അൺഫെയർ ആയിട്ട് തോന്നും. ദുഷ്ടന്മാർ സൗഖ്യം പ്രാപിക്കുന്നു, ദുഷ്ടന്മാർ നിമിത്തം നീ മുഷിയരുത്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കർത്താവേ, ഇവർക്കൊന്നും വേദനയില്ലല്ലോ, എന്നാൽ ഞാൻ നിന്റെ സന്നിധിയിൽ നിന്നതും കുറ്റമില്ലായ്മയിൽ എന്റെ കൈ കഴിയതും ഒക്കെ വ്യർത്ഥമായി പോയോ? കർത്താവേ, നീ ഫെയർ അല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ വ്യാകുലപ്പെടാനല്ല പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്നു, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഒരു ദൈവ പൈതൽ വീണാലും അവൻ നിലം പരിചയമാകത്തില്ല. യെസ്, ദൈവ പൈതങ്ങൾക്ക് ചലഞ്ചുകൾ ഉണ്ട്. ദൈവ പൈതങ്ങളെ വീഴുവാൻ തക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വിക്കടിന് ദുഷ്ടന്മാർക്കും ഉണ്ട്, ദൈവ മക്കൾക്കും ഒരുപോലെ പ്രശ്നങ്ങൾ കടന്നു വരും. യെസ്, രണ്ടുപേർക്കും വരും. ചിന്തിക്കണ്ട, ഒരു ഇന്ന് കേൾക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുടുംബ ജീവിതത്തിൽ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മെ ഭയങ്കര ഭയപ്പെടുത്തി പോകും, നമ്മെ നിരാശയിൽ കൊണ്ടുപോകും. സ്തോത്രം. നമ്മളെ ഭാരപ്പെടുത്തും. കർത്താവേ, ദൈവ പൈതങ്ങളുടെ ഭവനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നൊക്കെ നമ്മൾ ഭയപ്പെട്ടു പോകും. എന്നാൽ ദൈവജനം ഒരു കാര്യം ഓർക്കണം. ദൈവജനം, ഹല്ലേലൂയ, നമ്മൾ ചിലപ്പോൾ ദൈവജനവും ഇതിൽ കൂടി ഇൻജസ്റ്റിസ് കൂടിയൊക്കെ അൺഫെയർ ആയിട്ടും പല സ്റ്റോമിൽ കൂടെ, പല കാറ്റുകളിൽ കൂടി, പല തിരമാലകളിൽ കൂടി ഒക്കെ ദൈവ പൈതലും നാം കടന്നു പോകും. ഹല്ലേലൂയ. അത് കുടുംബ ജീവിതത്തിനാണേലും സ്തോത്രം. എല്ലാ സംഭവങ്ങളും ഒക്കെ നടക്കും. ഒരിടത്ത് മമ്മി ഡാഡി ഒരുമിച്ച് മരിക്കുന്നു, പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കും. എന്നാലും നമ്മുടെ ഹൃദയം കലങ്ങി പോകരുത്. കർത്താവിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. കർത്താവിന് ദൈവ പൈതങ്ങളുടെ മേൽ ഒരു പ്ലാൻ ഉണ്ട്. സ്തോത്രം. ദൈവം ഒന്ന്, ഹി ഈസ് എ ഗോഡ് ഓഫ് ജസ്റ്റിസ്. ഇന്ന് നാം എല്ലാം വെളിപ്പെട്ട് കാണത്തില്ല. ഇന്ന് നാം വിചാരിക്കും, അയ്യോ ഇതൊക്കെ സംഭവിക്കും, ഇതെല്ലാം നമ്മളെ നിരാശപ്പെടുന്നത്. എന്നാൽ ഇതല്ല, ദിസ് ഇസ് നോട്ട് ദ വേൾഡ്. നാം ഒരു അന്യരും പരദേശികളും. ഈ ലോകം നമ്മുടെ ലോകമല്ല, ഈ രാജ്യം നമ്മുടെ രാജ്യമല്ല. നമുക്ക് വേണ്ടി സ്തോത്രം, സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് we are going to experience. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നീ വീണാലും, ഒരു ദൈവ പൈതൽ വീണാലും, യെസ്, ചിലപ്പോൾ ചലഞ്ചുകൾ ഉണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ട്. എന്നാലും നാം നിലം പരിചയാക്കത്തില്ല ദൈവം. ഹല്ലേലൂയ. നാം നിലം പരിചയാക്കത്തില്ല. ഹല്ലേലൂയ. പ്രോവേർബ് 24:16 ആണെന്ന് തോന്നുന്നു വായിക്കുന്നുണ്ട്. നീതിമാൻ എത്ര പ്രാവശ്യം വീഴുമെന്നാ പറഞ്ഞേ? 7 പ്രാവശ്യം വീഴുമെന്നോ? അത് ഇത്ര പ്രാവശ്യമാണ്. സ്തോത്രം. വീണാലും അവൻ പിന്നെയും എഴുന്നേൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. 24:16 ആയിരിക്കണം എനിക്ക് തോന്നുന്നു. സ്തോത്രം. പ്രോവർബ് എനിവേ, ഹല്ലേലൂയ. 23 നീതിമാൻ 16 നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. യെസ്, ഹല്ലേലൂയ. അപ്പം കാരണം എന്താണ്? അപ്പം ദുഷ്ടന്മാർ അനർത്ഥത്തിൽ നശിച്ചു പോയി. എന്നാൽ ദൈവ പൈതൽ നമ്മളെ നിർത്തുന്ന ദൈവത്തിന്റെ കൃപയാണ്. ചലഞ്ചുകൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ നമുക്കൊരു സന്തോഷം, ഒരു ജോയ് കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതെല്ലാം രീതിയിൽ കടൽ അലകളിൽ കൂടിയൊക്കെ നമുക്ക് തോന്നും നമ്മൾ തകർന്നു പോകുമെന്ന് തോന്നും. എന്നാൽ നാം തകർന്നു പോകാത്ത ദൈവത്തിന്റെ കരുണ, നിന്നിൽ പകർന്നിരിക്കുന്ന ആ അഭിഷേകം, എല്ലാ വിധത്തിലും നാം നെരുങ്ങുന്നവരെങ്കിലും നാം വീണു പോകുന്നില്ല. We are persecuted but not abandoned, struck down but not destroyed. അല്ലേ?
കർത്താവിന്റെ കൃപയെ ഒന്ന് മാത്രം നമ്മെ നിർത്തുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമുള്ളത്. ഈ 3 ഹീബ്രു ബാലന്മാര് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ധൈര്യത്തോടെ ഈ എബ്രായ ബാലന്മാര് പറയുന്നുണ്ട്. എന്തുവാ പറയുന്നത്? എന്റെ ദൈവം എന്നെ വിടുവിച്ചാലും എന്നെ വിടുവിച്ചില്ലെങ്കിലും ഞാൻ അവനെ തന്നെ സേവിക്കും. കാരണം അവർക്കൊരു നിശ്ചയമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യെസ്, താങ്ക് യു. ഹല്ലേലൂയ. അവർക്കൊരു നിശ്ചയമുണ്ട്. ഈ ലോകത്തിന്റെ സർക്കംസ്റ്റാൻസ് അല്ല, ആ ചുറ്റുപാടുകൾ അല്ല നാമും ദൈവമായുള്ള ബന്ധത്തെ നിശ്ചയിക്കുന്നത്. നമ്മുടെ പേഴ്സണലായിട്ട് കർത്താവുമായുള്ള ബന്ധം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളോ ഈ ലോകത്തിന്റെ അവസ്ഥകളോ അല്ല. എന്നാൽ കർത്താവ് നമ്മെ നടത്തുവാൻ അവൻ വിശ്വസ്തന്. ഞാൻ ആരെ വിശ്വസിക്കുന്നു അറിയുന്നു, അവനെ നടത്തുവാൻ ശക്തനാണെന്ന് നാം നമുക്കുള്ളത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നു, അവൻ എന്റെ സങ്കേതവും അവൻ എന്റെ കോട്ടയും അവൻ എന്റെ ബലവും. ഹല്ലേലൂയ, എന്റെ സങ്കേതം. ഹല്ലേലൂയ. സോ ഇറ്റ്സ് ടൈം ടു ഗെറ്റ് അപ്പ്. നാം നിരാശപ്പെടുവാനല്ല, നാം ഭാരപ്പെടുവാനല്ല. The Lord is my shepherd. Hallelujah. He anoints my head with oil. എന്താ പറയുന്നത്? എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്താന്ന് പറഞ്ഞാൽ ഈ തലയിൽ കൂടി പല ചിന്തകളെല്ലാം കടന്നു പോകും. എന്നാൽ ഈ അഭിഷേകം ഉള്ളപ്പോൾ, എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ വേണ്ടാത്ത ചിന്തകളെ എല്ലാം ക്യാൻസൽ ആയി പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ഹിതത്തിനെതിരായി പൊങ്ങുന്ന പല ചിന്തകളെയും പിടിച്ചടക്കുവാൻ കഴിയുന്ന നമ്മുടെ തലയിൽ തന്ന ഈ എണ്ണയുടെ അഭിഷേകമാണ്. ഹല്ലേലൂയ, ആമേൻ. ഓരോ ദിവസവും ഹല്ലേലൂയ. ദൈവങ്ങളെ നമ്മൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രം. ദൈവത്തിന്റെ സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ആമേൻ, സ്തോത്രം. നമ്മൾ ഓർക്കണം, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല സംഭവങ്ങൾ കേൾക്കുന്നു. പ്രത്യേകം അനേക കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ കേൾക്കുന്നു. വലിയ എനിക്കറിയത്തില്ല ഇന്ത്യയിലുള്ളവർ അത് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് സോ മെനി തിങ്സ് ദാറ്റ് ഹേർഡ് us. നമ്മുടെ ഹൃദയത്തെ ഭയങ്കര വേദനിപ്പിക്കുന്ന ഓരോ സംഭവങ്ങൾ ദൈവമക്കളുടെ ഭവനങ്ങളിൽ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അനേകം ക്ഷീണിപ്പിച്ചു പോകും. നമ്മുടെ ഹൃദയത്തിൽ വേദന വരും, ഭയം വരും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിച്ചുണർത്തിയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ ദുർഗമാകുന്നു, അവൻ നമ്മുടെ സങ്കേതമാകുന്നു. നിലം പരിചാകുവാൻ സമ്മതിക്കുകയില്ല. നാം വീണാലും നാം എഴുന്നേൽക്കും. ഹല്ലേലൂയ. നാം തളർന്നു പോകാൻ ദൈവം ഒരിക്കലും ഒരു ദൈവ പൈതല് തകർന്നു പോകുവാൻ ഇടയാക്കത്തില്ല. തകർന്നു പോകത്തില്ല ദൈവത്തിന്റെ പൈതലെ. നാം ഒരു നാളും തകർന്നു പോകുന്നത്, നാം ജയിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. നാം വീണാലും നമുക്കൊരു പ്രയാസം ഉണ്ട് എന്ന് വന്നാലും അതിലൊക്കെ ജയം തന്ന് നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവമാണ്. എഫേസ്യർ ലേഖനം 4:3 വായിക്കാം. എഫേസ്യർ ലേഖനം 4:3. ആമേൻ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ. സിസ്റ്റർ അതിന്റെ ഇച്ചിരി കൂടെ നീള 1 മുതൽ വായിച്ചേ. കർത്തൃസേവ നിമിത്തം ബന്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും. ആമേൻ, സ്തോത്രം. ഇന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, കുടുംബജീവിതം അല്ലെ, ഒരു ഫാമിലി പീസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഫാമിലിയിലുള്ള സമാധാനം വലിയ, കാരണം ശത്രുവിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത് കുടുംബത്തെ നശിപ്പിക്കുകയാണ്. കുടുംബത്തെ തകർത്താൽ, കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞാൽ, കുടുംബത്തിന്റെ ഐക്യത കളഞ്ഞാൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല, നമുക്ക് ദൈവത്തെ സെർവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കുടുംബത്തിൽ ആമേൻ പലപ്പോഴും നാം ഷെയ്മ അല്ലെ, നിന്ദിയാകും, അപമാനമാകും. നമ്മുടെ ജീവിതത്തിൽ തല കുനിക്കാനുള്ള അനുഭവങ്ങളൊക്കെ പിശാച് കൊണ്ടിടും. അതുകൊണ്ടാണ് ദൈവ പൈതങ്ങൾ, ദൈവമക്കൾ പ്രത്യേകം കുടുംബ ജീവിതത്തെ ഇറ്റ്സ് ഇന്റൻഷണൽ ആയിട്ട് അല്ലെ, എന്താ പറയുന്നത്, ശ്രദ്ധയോടെ കരുതേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈസി ആക്കേണ്ട കാര്യമല്ല അത്. നമ്മുടെ ഓൺ ഫാമിലി ആയാലും, നമ്മൾ പലരും മേ ബി മെനി ഇയേഴ്സ് ആയിട്ട് മാരീഡ് ചെയ്തവരായിരിക്കും. ചിലരൊക്കെ കുറച്ചുകൂടെ ചെറുപ്പക്കാർ കാണും ഇതില്. എന്നാൽ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഹല്ലേലൂയ, കുടുംബ ജീവിതത്തെ പണിയപ്പെടുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവേ ഓർപ്പിക്കുന്നു, ദൈവം നമ്മുടെ ഭവനങ്ങളെ പണിയട്ടെ, ദൈവം നമ്മുടെ കുടുംബങ്ങളെ പണിയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ പണിയട്ടെ. ദൈവത്തിന് സ്തോത്രം. കാരണം
വളരെ വിജിലന്റ് ആയിരിക്കണം നാമേ. ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ പോരുകളെ, അവന്റെ ആയുധങ്ങളെ, ഡിസപ്പോയിന്റ്മെന്റിട്ട്, സംശയങ്ങളിട്ട്, ഭയങ്ങളിട്ട്, ഹല്ലേലൂയ, ആമേൻ, ഹൃദയത്തെ ക്ഷീണിപ്പിച്ച്, ആമേൻ, പല രീതിയിൽ ശത്താന്റെ ശക്തികളെ വളരെ ശക്തമായി ഇടപെടുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, അവിടെ യൂണിറ്റി ഇല്ലാതെ, ആമേൻ, സ്തോത്രം, കമ്മ്യൂണിക്കേഷനിൽ, ആമേൻ, കമ്മ്യൂണിക്കേറ്റ് വേണ്ടവണ്ണം സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ, അൺഫോർഗീവ്നെസ്, അല്ലെങ്കിൽ എന്തു പറയുന്നത്, ക്ഷമിക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, കൺഫ്യൂഷൻ ഉണ്ടാക്കി, ആമേൻ, ചിലപ്പോൾ അവർ പക്ഷേ ചിലപ്പോൾ മോറലി തന്നെ, എന്തു പറയുന്നത്, മോറലി തന്നെ, ആമേൻ, സ്തോത്രം, നമ്മെ വീക്കായി തെറ്റിച്ചു കൊണ്ടുപോകുന്ന കുടുംബങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, ആമേൻ, നമ്മളെ തന്നെ വചനം പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. നമുക്കാർക്കും ഒരു നിമിഷം പോലും തനി നിൽപ്പാൻ കഴിവുള്ളവരല്ല. പരിശുദ്ധാത്മാവാണ് നമ്മളെ നിർത്തുന്നത്. ഈ വചനം നമ്മൾ വായിച്ചത് വിത്ത് ഓൾ ഹ്യൂമിലിറ്റി. നമ്മുടെ ജീവിതത്തില് യു വാക്ക്, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാമെണ്ണം പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യണം. നമുക്ക് ഫൊർഗീവ്നെസ് ഉണ്ടോ? ആമേൻ, സ്തോത്രം, ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ. അപ്പൊ ഈ ഐക്യത കൊണ്ടുവരുന്ന ആരാ? പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു കോൺഫറൻസിന്റെ തീം തന്നെ അതായിരുന്നു, യുണൈറ്റഡ് ബൈ ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈ ഐക്യത കൊണ്ടുവരുന്ന, കുടുംബത്തിലായാലും സഭയിലായാലും ദേശത്തായാലും ഐക്യത കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതിനെ തകർക്കാനാണ് പിശാച് നോക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വിളിക്ക് യോഗ്യമാണ് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ മാരീഡ് ലൈഫിൽ ആദ്യമെല്ലാം ഞാനൊരു ദൈവ പൈതലൊക്കെ ശരിയാ, ഞാനൊരു പെന്തക്കോസ്തുകാരിയൊക്കെ ആയിക്കഴിഞ്ഞ, കല്യാണമൊക്കെ കഴിഞ്ഞ, മച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല. പക്ഷെ എൻ്റെ വിവാഹ ജീവിതത്തിൽ തന്നെ എനിക്ക് ഇത്രയും സൗമ്യത ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വലിയ സൗമ്യതയൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ സ്ട്രഗിള് എൻ്റെ ഭവനത്തിൽ ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് എനിക്കറിയാം, യുവർ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നമ്മൾ പലപ്പോഴും, എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊക്കെ കാണിക്കാനേ നമ്മൾ മിടുക്കര. എൻ്റെ കുടുംബം എത്ര പെർഫെക്റ്റ് ആ, എല്ലാം പുറമെ എല്ലാം നമ്മൾ കാണുന്നതെല്ലാം ആരും ഒന്നും ചിന്തിക്കത്തില്ല. വി ഹാവ് എ പെർഫെക്റ്റ് ലൈഫ് എന്ന് വിചാരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളായാലും എവിടെ ആയാലും. എന്നാൽ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം അമ്മെ തകർക്കുവാൻ പിശാചിന്റെ തന്ത്രങ്ങളെ വലുതാണ്. അതുകൊണ്ട് ഇവിടെ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്ന എന്തുവാണ്? നമ്മളെ യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടെ, വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമിലിറ്റി. എന്താണ് ഹ്യൂമിലിറ്റി? ആമേൻ, സ്തോത്രം, അല്ലെ? സൗമ്യതയോടും ദീർഘക്ഷമയോടും നമുക്ക് ക്ഷമിക്കാൻ കഴിയും. പലപ്പോഴും ഒരാൾക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വരും, ഒരാൾക്ക് ചിലപ്പോൾ എവറിത്തിങ് ഐ നീഡ് ഒരു ഇൻസ്റ്റന്റ് വേണം. നമ്മുടെ കുഞ്ഞുങ്ങളാണേലും നമ്മുടെ ഹസ്ബൻഡ് ആണേലും നമ്മുടെ വൈഫ് ആണേലും ചില കാര്യത്തിനൊക്കെ ഐ നീഡ് റൈറ്റ് നൗ, ലിസൺ ടു മീ റൈറ്റ് നൗ. എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അവരെ ലിസൺ ചെയ്യണം, അല്ലേ? ചിലപ്പം പലപ്പോഴും ക്ഷമയില്ല, ദീർഘക്ഷമയില്ല. ദീർഘമല്ല, കൊച്ചു ക്ഷമ പോലും ഇല്ല, പിന്നെ ദീർഘക്ഷമ. നമ്മൾ പലപ്പോഴും ഒരു കാര്യം, എൻ്റെ കാര്യം, ഇറ്റ്സ് ഓൾ അബൌട്ട് മീ, എൻ്റെ സെൽഫിഷ്നെസ്സാണ്. കാരണം ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം എങ്ങനെ വേണം. പല വിഷയങ്ങളില്ല നമ്മെ ഡിസ്ട്രാക്ട് ചെയ്യുകയും നമ്മുടെ ക്ഷമയില്ലാതാക്കി നമ്മുടെ സെൽഫിഷ് ആക്കി ഒക്കെ പിശാച് നമ്മളോട് പോരാടും. എന്നാൽ ദൈവാത്മാവ് ഒരു പൂർണ്ണ വിനയം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നമ്മൾ എങ്ങനെയാ മറ്റുള്ളവർ, ഈവൻ നമ്മൾ ആരാധിക്കുന്നവരെ, നമ്മൾ ചിലപ്പോൾ ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് നമ്മൾ പറയാം, എന്താ ആ സിസ്റ്റർ, എന്താ ഞാൻ ആരാധിക്കുന്ന പോലെ എന്താ ആ സിസ്റ്റർ ആരാധിക്കാത്ത, ആ സിസ്റ്റർ എന്താ പ്രാർത്ഥിച്ചാലിച്ചിരും കൂടെ, ആ സിസ്റ്റർ എന്താ, അല്ലെ ആ ബ്രദർ എന്തിനാ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ എല്ലാം ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത്, നമ്മൾ റോങ് ആയി നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ഓക്കെ, നമ്മളെല്ലാം നല്ല കർത്താവിനെ ആരാധിക്കുന്നെല്ലാം. എന്നാൽ നമ്മുടെ മനസ്സിൽ പോലും അങ്ങനെ ചിന്ത വരല്ലേ, എന്തുകൊണ്ടാ ആ സിസ്റ്റർ അല്ലെ ആ ബ്രദർ എന്തുകൊണ്ട് ചെയ്യുന്നു? നമുക്കറിയത്തില്ല കർത്താവ് അവർ കടന്നു പോകുന്ന അവസ്ഥകളെ, അല്ലെ അവർ ആരാധിക്കുന്ന ഹൂ ആർ വി? നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുമ്പോഴും അത് വിനയമല്ല, സൗമ്യത അല്ല, കർത്താവിനെ വിളിക്ക് യോഗ്യമാമണ്ണം അല്ല. ഹൂ ആർ വി ടു ജഡ്ജ്, അല്ലേ?
എന്നാൽ നമ്മൾ പലപ്പോഴും ആത്മീക ലോകത്തിൽ തന്നെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആത്മീയ ലോകത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിക്കരുത്. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ, നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ സഭയിലായാലും എന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ആമേൻ. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കി ആത്മാവിന്റെ ഐക്യത. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണ് നമ്മളിൽ ഐക്യത കൊണ്ടുവരുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ നമ്മളെ സംസാരത്തിൽ കൂടി പല അൺഫോർഗിവ്നെസ്സിൽ കൂടിയൊക്കെ നമ്മുടെ ഐക്യതയെ നശിപ്പിക്കുമ്പോൾ ശത്രു അവിടെ കയറുകയാണ്. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഹസ്ബൻഡ് വൈഫായാലും കുഞ്ഞുങ്ങളുമായിട്ടായാലും നാം ഐക്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ പ്രവൃത്തി അവിടെ നടക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ അത് നാം കേട്ടു പോകുന്നവരല്ല. എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ, എന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യണമേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് ഇവിടെ പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ദൈവം നമ്മുടെ ബലവും. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഏതെല്ലാം നമ്മളിൽ പകർന്ന അഭിഷേകം എന്ന് പറയുന്നത്, ആത്മാവിന്റെ നിറവെന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, അത് നമുക്ക് സമാധാനം. അതെന്തു പറയുന്നത്, അത് ഇറ്റ്സ് ലൈക്ക് എ റിവർ ദാറ്റ് ഫ്ലോ. ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് പറയും, കർത്താവേ, വുഡ് യു ഷോ മീ, എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് എന്നെ ഒന്ന് അറിയിക്കണമേ, ദൈവം നീ എന്നോടൊന്ന് സംസാരിക്കണമേ. ചില ദിവസങ്ങളൊക്കെ ഇരിക്കും, നമ്മൾ പറയും ദൈവം ഉടനെ ചിലപ്പോൾ ഉടനെ ഒന്നും സംസാരിക്കത്തില്ല. കാരണം ദൈവം ചിലപ്പം എല്ലാ ബ്ലൂ പ്രിന്റും ഇതുപോലെ അങ്ങ് ചിലപ്പം കാണിക്കത്തില്ല. എല്ലാം വരച്ച് കാണിക്കുവായിരുന്നെങ്കിൽ I would just go ആ ഡയറക്ഷനിൽ കൂടെ. ഓരോ സമയത്തും വേണ്ടത് ദൈവം നമുക്ക് നൽകി തരും. ആമേൻ. സ്തോത്രം. നാം വിശ്വാസത്തിൽ നടക്കാനാണ് ദൈവം നമ്മെ പറ്റി പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ ദൈവം ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഡയറക്ഷൻ തരും. എന്നാൽ ചില വിഷയത്തിന്മേൽ ദൈവം ചിലതൊക്കെ നമുക്ക് മറച്ചു വെക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് നാം വിശ്വാസത്തിൽ, നോട്ട് ബൈ സൈറ്റ്, കാഴ്ചയാലല്ല, വിശ്വാസത്തിൽ നിന്ന് നടക്കണം. ആമേൻ. സ്തോത്രം. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് അതുപോലെ അനുസരിപ്പാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ ദൈവം അടുത്ത സ്റ്റെപ്പ് നമുക്ക് തരും. ചില വിഷയത്തിൽ ദൈവം നമുക്ക് ക്ലിയർ ആയിട്ട് ചില ഡയറക്ഷൻ ഒക്കെ തരും. എന്നാൽ എല്ലാം വെളിപ്പെടുത്തി ചിലപ്പോൾ തരത്തില്ല. എന്നാൽ നമ്മളിൽ പകർന്ന അഭിഷേകം നമ്മെ, ഹല്ലേലൂയ, പരിശുദ്ധൻ. ഒരു നദി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലെ. അതിനൊരു ഡെസ്റ്റിനിയിലെ അതിങ്ങനെ ഒഴുകിക്കൊണ്ട്, അതൊരിക്കലും സ്റ്റില്ലല്ല. എന്തോ ഒരു പറയുന്നത്, നിശ്ചലമായിട്ട് നിൽക്കത്തില്ല. കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്, യു ഹാവ് ടു മൂവ് ഫോർവേഡ്. നാം അവിടെ നാം തകർന്നും ക്ഷീണിച്ചും പോകാനല്ല, അടുത്ത സ്റ്റെപ്പ് പരിശുദ്ധാത്മാവ് നയിക്കുന്ന പോലെ നാം ഓരോ സ്റ്റെപ്പുകളും മുമ്പോട്ട് വെച്ച് യാത്ര ചെയ്യണം. ഹല്ലേലൂയ. വിശ്വാസത്താൽ കർത്താവ് നീ എന്ത് പറഞ്ഞാലും നിന്റെ ഹിതം, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ ഓഡിബിളായിട്ട് ചിലപ്പോൾ കേൾക്കത്തില്ല. എന്നാൽ ചിലപ്പോൾ ഓഡിബിളായിട്ട് കർത്താവിന്റെ വചനത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ വചനത്തിൽ കൂടി ദൈവം സംസാരിക്കും. ചിലപ്പോൾ സ്വപ്നത്തിൽ കൂടി ദൈവം ഇടപെടും. ഹല്ലേലൂയ. ചിലപ്പോൾ രാവിലെ ഉണരുമ്പോഴായിരിക്കും ദൈവത്തിന്റെ ഒരു ശബ്ദം കേൾക്കുന്നത്. എത്ര കുളിർമയാണ്, എത്ര സന്തോഷം. ഒരു പാട്ടിന്റെ ഒരു ശകലമായിരിക്കും. നമ്മൾ കേൾക്കുമ്പോൾ നമ്മെ ജീവിപ്പിക്കത്തില്ലേ? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അബ്രഹാം യാത്ര ചെയ്യുമ്പോൾ ഒന്നും കേട്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടല്ല. നമ്മുടെ ഒക്കെ കാൽ ചുവടുകൾ പലപ്പോഴും ഒന്നും കണ്ടിട്ടല്ല നാം ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ വിശ്വാസത്തിൽ കാൽച്ചുവട് വെച്ച് ദൈവ പൈതലേ, നാം ഒരു നാളും ഇത്ര വർഷങ്ങളെ കർത്താവ് നടത്തിയില്ലയോ? ഞാൻ പുറകോട്ട് നോക്കിയാൽ എത്ര അത്ഭുതമാ. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. എന്നാൽ വിശ്വാസ കാൽച്ചുവടിൽ നടത്തി കർത്താവ് അത്ഭുതമായി നടത്തി. ഇന്നും അവൻ വിശ്വസ്തനാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് എല്ലാത്തിനും ഒരു കെയ്റോസ് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് ഹിസ് പെർഫെക്റ്റ് ടൈം. ഹല്ലേലൂയ. നമ്മുടെ ടൈം അല്ല, ദൈവത്തിന്റെ ടൈം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ടൈമിൽ ദൈവം അത് ഭംഗിയായി എല്ലാം ചെയ്യും. നാം നമ്മെ തന്നെ പൊസിഷൻ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ സങ്കീർത്തനത്തിലും ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം
വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അനേകരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തക്ക സമയത്ത് he has a due time, he has a proper time. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഗ്രീക്ക് വേർഡിൽ 2 വേർഡാണ് ഉപയോഗിക്കുന്നത് ടൈമിനെ പറ്റി. അതെ അല്ലെ? കൈറോസ്, കൈറോസ് അല്ലെ, വേറൊരു ക്രോണോസ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ആമേൻ സ്തോത്രം. അപ്പൊ അവിടെ പറയുന്ന കൈറോസ് ടൈം അതെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തക്ക സമയം. ഹല്ലേലൂയ. ആ ദൈവം അപ്പം ഈ സ്ട്രഗിളിൽ കൂടി കുടുംബജീവിതത്തിലാണേലും ചിലപ്പോൾ സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം, ജീവിതങ്ങൾ ഉണ്ടായിരിക്കാം. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് ഞാൻ പറയുവാണ്, പല രീതിയിലാണ് കുടുംബജീവിതം. ചില കുടുംബങ്ങളെ ദേ ഹാവ് ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ വായിച്ചത് ഒരു ഭാഗം ഓർക്കുന്നു. 3 തരത്തിലുള്ള ആൾക്കാരാണ് ഈ ലോകത്തിൽ ഉള്ളത്. കുടുംബജീവിതത്തിന്റെ ബന്ധപ്പെട്ട് പറയുമ്പോഴേ, one is I don't remember, but one is called the quitters. അവര് നടുക്ക് അവര് ജീവിതത്തിന്റെ യാത്രയില് അവരുടെ സ്നേഹം തണുത്തു പോകുന്നത് കൊണ്ട് അല്ലേ, അല്ലെ അവരുടെ പാവങ്ങളിൽ കൂടി, അല്ലെ അവരുടെ സ്നേഹം തണുത്തു പോകുമ്പോൾ അവർ ക്വിറ്റ് ചെയ്യും ഇൻ ദ മിഡിൽ ഓഫ് ദ മാരേജ്. അല്ലെ സ്ട്രഗിൾ കൂടുമ്പോൾ, സ്നേഹം കുറയുമ്പോൾ അവരുടെ ജീവിതം അത് ക്വിറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കുടുംബ ജീവിതമാണെങ്കിലും എല്ലാ ജീവിതത്തിലും ഒരു ആലോചന കേൾക്കുമ്പോൾ, അല്ലെ കുടുംബത്തിൽ പ്രവേശിക്കുമ്പോൾ, ബിഗിനിങ് ഈസ് ഓൾവേസ് ഗുഡ്. അല്ലെ, ഒരു നന്മ വരുമ്പോൾ ബിഗിനിങ് ആദ്യം നല്ലതാ, അവസാനവും നല്ലതാ. ആദ്യം ഏതൊരു സ്റ്റെപ്പ് എടുക്കുമ്പോഴും ആദ്യം നല്ല എല്ലാരും കൈയടിക്കാനും എല്ലാരും കൂടെ ജയ് പറയാനും എല്ലാം കാണും, നല്ല സന്തോഷം പറയുകയാണ്. ഒടുവിലും there is a victory. ഒടുവിലും ഉണ്ട് ഒരു ടൈമുണ്ട്, ഇടയ്ക്കുള്ള ഒരു ടൈം. That's the most hardest time. ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്കറിയത്തില്ല, ഒരു വാക്യം അതിനെ വായിക്കാം. ഹല്ലേലൂയ. സാമുവൽ, I believe സാമുവൽ, ഞാൻ ആ ഭാഗം നിങ്ങളോട് ഷെയർ ചെയ്തായിരുന്നു. I believe that's Shammah. Sister Susan, you probably know that. Hallelujah. ദാവീദിന് 30 the mighty armors ഉണ്ടായിരുന്നു അല്ലേ? ആ ഭാഗം എവിടെയാ സിസ്റ്റർ? അത് എനിവേ ഞാൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ അത് കിട്ടുന്നില്ല, പക്ഷെ ഞാൻ പിന്നെ അത് എടുക്കുമ്പോൾ പിന്നെ പറയാം. Okay, right here. Second Samuel chapter 23 verse 23 അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവനോ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫെലിസ്ത്യരെ വെട്ടി യഹോവ വലിയൊരു ജയം നൽകി. 30 നായന്മാരിൽ 3 പേർ. മതി. അപ്പം ഇവിടെ പറയുന്നത് ദാവീദിന് എത്ര 30 മൈറ്റി മെൻ ഉണ്ടായിരുന്നു. അതിലെ പലരുടെ പേരുണ്ട്. എലയാസറുണ്ട്. ഒരാളുടെ പേര് 11-ാമത്തെ വാക്യത്തിൽ ഷമ്മ. അവൻ ചെയ്തത് മാത്രം നമുക്കൊന്ന് വായിക്കാം. ഒരിക്കൽ സിസ്റ്റർ 11-ാമത്തെ വാക്യം. അവന്റെ ശേഷം ഹരാര്യനായ ആഗയുടെ മകനായ ഷമ്മ ഒരിക്കൽ ചെറുപയറുള്ള ഒരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്ത്യർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അവനോ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫെലിസ്ത്യരെ വെട്ടി യഹോവ വലിയൊരു ജയം നൽകി. ആമേൻ. ഷമ്മ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ജനമെല്ലാം ഈ മധ്യത്തിൽ അല്ലെ, അവിടെ യുദ്ധം, ഇവിടെ ഫെലിസ്ത്യർ വന്നിരിക്കുക. ഫെലിസ്ത്യർ വന്ന് അവകാശം എടുക്കുവാൻ ഫെലിസ്ത്യർ വന്നിരിക്കുക, കവർച്ചയ്ക്ക് വന്നിരിക്കുക ഫെലിസ്ത്യര്. അവിടെ ഒരു ചെറുപയർ വയലാണ് ഉള്ള, ഒരു വയലില്ല അവിടെ കവർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. പലപ്പോഴും ദൈവ പൈതങ്ങൾ ഓർത്തോണം, നമ്മുടെ അവകാശങ്ങളെ, നമ്മുടെ നന്മകളെ കവർച്ച ചെയ്യുന്ന ഒരു ദുഷ്ടശക്തികളുണ്ട്, പിശാചിന്റെ ശക്തികളുണ്ട്. അതിന്റെ മധ്യേ എല്ലാവരും ഓടിപ്പോയെന്ന. ഫെലിസ്ത്യര് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഓടിപ്പോയി. എന്നാൽ ഷമ്മ ഒരു കാര്യം ചെയ്തു. എന്താണ് ഷമ്മ ചെയ്തത്? അതിന്റെ മധ്യേ അവൻ നിന്നു. അവനോ വയലിന്റെ നടുവിൽ നിന്നു, അതിനെ കാത്തു, ഫെലിസ്ത്യരെ വെട്ടി യഹോവ വലിയൊരു ജയം നൽകി. ദൈവത്തിന്റെ പൈതലെ, അതാണ് ഞാൻ പറയുന്നത്. ക്വിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ, ഇടയ്ക്ക് വരുമ്പം ഈ ഇടഭാഗം ചിലപ്പോൾ രോഗത്തിന്റെ അവസ്ഥയായിരിക്കും. ആദ്യമെല്ലാം എല്ലാവരും പറയും കർത്താവ് സൗഖ്യം തരും, നല്ല
ബലത്തോടും ധൈര്യത്തോടും നിൽക്കും. കർത്താവ് ജയം തരും ഒടുവില്. എന്നാൽ ഇടയ്ക്കൊരു സമയമുണ്ട്, നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകുന്ന ആ ഒരു സമയമുണ്ട്. എന്നാൽ ആ സമയത്തും എന്താണ് പറയുന്നത്? ആ സമയത്ത് ഷമ്മ എന്തു ചെയ്തു? എല്ലാവരും പിന്തിരിഞ്ഞ് ഓടിപ്പോയപ്പോ അവൻ നടുവിൽ തന്നെ നിന്നു. ആമേൻ. അവൻ നടുവിൽ നിന്നു, അവൻ വയലിന്റെ നടുവിൽ നിന്നു, അതിനെ കാത്തു. ദൈവ പൈതങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മുടെ ഭവനങ്ങളെ ആമേൻ കാക്കുവാൻ. ആമേൻ. യുദ്ധ ദിവസത്തിൽ എഫ്രൈം പിന്തിരിഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ ആമേൻ ഇവിടെ പിന്തിരിഞ്ഞതുപോലെ പൊന്തിരിഞ്ഞു പോകുവാനല്ല, ക്വിറ്റ് ചെയ്യാനല്ല. കുടുംബ ജീവിതത്തിന്റെ മധ്യത്തിൽ ചിലപ്പോൾ ക്ഷീണങ്ങളൊക്കെ ഭവിച്ചെന്നിരിക്കും. എന്നാൽ അവിടെയും നിലനിന്നാൽ ദൈവം ഒരു വലിയ ജയം തരും. ഹാലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹാലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം. ഹാലേലൂയ. നാം ആമേൻ ക്വിറ്റ് ചെയ്യുവാൻ ഇടയാകുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. നാം ക്വിറ്റ് ചെയ്യുന്നവരല്ല, നാം വിട്ടുകൊടുക്കുന്നവരല്ല, നാം തകർന്നു പോകുന്നവർ, നാം ഓടിപ്പോകുന്നവരല്ല. അത് നെഹമ്യാവ് പറയും, എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോകുമോ? ആമേൻ, 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 ആമേൻ. ഹാലേലൂയ. സൻബല്ലത്ത്, തോബിയാവ് എല്ലാം ആമേൻ എതിർപ്പ് വരുമ്പോഴും ആമേൻ ഹാലേലൂയ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എന്നെ പോലെ ഉള്ളവൻ ഒരുത്തൻ ഓടിപ്പോകുമോ? ആമേൻ. അതിന് ഞാൻ എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. ദൈവജനം ഡിക്ലെയർ ചെയ്യണം, ഇതിന്റെ മധ്യത്തിലും ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഞാൻ ഓടിപ്പോകുകയില്ല. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ഏതെല്ലാം അവസ്ഥകൾ വന്നാലും ഞാൻ ഓടിപ്പോകാനല്ല. ഹാലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ഷമ്മ അവൻ അതിനെ കാത്തു. ആമേ. ഫെലിസ്തരെ വെട്ടി യഹോവ വലിയൊരു ജയം നൽകി. ദൈവത്തിന്റെ പൈതലെ, നിന്റെ മേൽ തന്ന ആയുധം ആമേൻ വചനമെന്ന ആയുധം, വിശ്വാസമെന്ന പരിച. ഹാലലുയ. ശത്രുവോട് എതിർത്ത് ആത്മാവിലുള്ള പ്രാർത്ഥന. ഹാലലുയ. ആമേൻ. സ്തോത്രം. സർവായുധ വർഗം നാം ധരിച്ചുകൊണ്ട് ഒരു പോരാളിയെ പോലെ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോകാതെ ആമേൻ ദൈവം നിൽക്കുമെങ്കിൽ കർത്താവ് നമുക്ക് ജയം. ഹാലലുയ. കർത്താവ് ജയം തരും. കർത്താവ് പറഞ്ഞ് ജയം തരും. അതാണ് ഒരു കൂട്ടർ എന്ന് പറയുന്നത്, ക്വിറ്റ് ചെയ്യുന്നവരാണ്. അവർ ക്ഷീണിച്ചു പോയി, അവർ തളർന്നു പോയി. ഹാലലുയ. ഈ മാരേജിന്റെ അവസ്ഥയിലും പിന്നെ വേറൊരു കൂട്ടം എന്ന് പറയുന്നത്, മാരേജിനെ മറ്റുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു കൂട്ടം ക്വിറ്റ് ചെയ്യുന്നവര്. രണ്ടാമത്തെ ഒരു കൂട്ടം എന്ന് പറയുന്നത് ലൂക്ക് വാമായിട്ടുള്ളവര്. അവരെന്ന് പറയുക ക്യാമ്പ് ചെയ്യുന്നവരാ. ക്യാമ്പേഴ്സ് എന്ന് പറയും അവരെ. എന്ന് പറഞ്ഞാല് അവര് ഹാലലുയ അവര് മാരീഡ് ആണ്, പക്ഷെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അങ്ങനെ അങ്ങ് ജീവിച്ചു പോവാ അല്ലേ എന്ന് പറഞ്ഞാല് ഒരു കോട്ടുണ്ട് മാരേജിനെ പറ്റിയില്. ഹസ്ബൻഡും വൈഫും എന്ന് പറയുന്നത് ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലെ. ഒരു എന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരും ഒന്നിച്ച് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ അല്ലേ. ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ രണ്ട് മുഖം പോലെ ഒരിക്കലും ഒന്നും ചേരത്തില്ല. അവരിങ്ങനെ ഒരു നാണയമാ, പക്ഷേ രണ്ടും മുഖം തിരിഞ്ഞായിരിക്കുന്നത്. അവർ ഒരിക്കലും അന്യോന്യം ഫേസ് ചെയ്യത്തില്ല. ദേ ലിവ് ടുഗദർ. അവർ ജീവിക്കും ഒന്നിച്ച്. എന്നാൽ അങ്ങനല്ല കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. ആമേൻ. സ്തോത്രം. മൂന്നാമത്തെ എന്ന് പറഞ്ഞ ക്ലൈംബേഴ്സ്. അത് അല്ലെ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ക്ലൈംബേഴ്സ്. അവര് എല്ലാ ദിവസവും ഓരോ ദിവസവും സ്നേഹത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വചനം പാട്ടുകാരൻ പറയുന്നല്ലേ, ആദ്യമെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ ഓർക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒത്തിരി സ്ട്രഗിൾ ആയിരുന്നു കുടുംബജീവിതം. പക്ഷെ ഓരോ ദിവസം കൂടുന്തോറും വി ആർ ഗ്രോയിങ് കർത്താവിൽ ഇങ്ങനെ വളർന്നുകൊണ്ട് ആ സ്നേഹത്തിൽ വേരൂന്നിക്കൊണ്ട് നമ്മെ ദൈവം മറ്റൊരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാലലുയ. കർത്താവിന്റെ സ്നേഹം ഓർക്കുമ്പോൾ നാം വചനം വായിക്കും തോറും പഠിക്കും തോറും കർത്താവിനോട് ചേർന്ന് ആ ദൈവ സ്നേഹത്തിൽ ആയിരിക്കുമ്പോൾ അതാ പറഞ്ഞ ഈ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യെസ്, അവർ ലവ്, നമ്മുടെ സ്നേഹം ഓരോ ദിവസവും വർദ്ധിച്ചു വരണം. നമ്മുടെ കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, നാം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കും ഹാലലു ഏതെല്ലാം രീതിയിൽ നമുക്ക് ഏക മനസ്സിലും സ്നേഹത്തിലും സൗമ്യതയിലും ഫൊർഗീവ്നെസ്സിലും എങ്ങനെയെല്ലാം സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുവാൻ കഴിയുമോ കർത്താവ് ഒരു കുടുംബത്തെ കർത്താവ് പണിഞ്ഞെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് കുടുംബങ്ങളെ പണിയട്ടെ. തകർന്ന കുടുംബങ്ങളെ മാറിയിരിക്കുന്ന കുടുംബങ്ങളെ ദൈവം പണിയട്ടെ. റിലേഷൻഷിപ്പിനെ ദൈവം പണിയട്ടെ.
പണിയട്ടെ. ദൈവം ചെയ്യും, അത് അങ്ങനെ തന്നെ ദൈവം ചെയ്യും. പരിശുദ്ധാത്മാവ് ഹാലനാമ ഹത്തുന യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾ എല്ലാ കുടുംബങ്ങളെ ഈ പ്രയർ ലൈനിൽ സൂം ലൈനിലേക്ക് എല്ലാ കുടുംബങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അവരുടെ ബന്ധ റിലേഷൻഷിപ്പിനെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ശത്രുവായവൻ തകർക്കുവാൻ നോക്കുമ്പോൾ കർത്താവ് കുടുംബങ്ങളെ പണിഞ്ഞ് കർത്താവിന് വേണ്ടി മഹത്വമാരമായി ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ വേരൂന്നി റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് വചനത്തിൽ വേരൂന്നി ശക്തമായി നിൽക്കുവാൻ കർത്താവിന്റെ വരവിന് വേണ്ടി അവർ ലവ് വിൽ ഗ്രോ സ്ട്രോങ്ങർ ഈച്ച് ഡേ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു കുടുംബത്തിൽ ഒരു അനർത്ഥങ്ങളോ ഒരു അനിഷ്ട സംഭവങ്ങളോ നടക്കരുത്. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഒരു അനിഷ്ട സംഭവം ഞങ്ങൾ കേൾക്കുന്ന ഒന്നും കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒന്നും സംഭവിക്കാതെ വിടും. രക്തക്കൊട്ടകൾ മറയ്ക്കണമേ കർത്താവെ. താങ്ക് യു ലോർഡ്. ദാവീദ് പറയുന്നു, ആമേൻ, സ്തോത്രം, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. ഹല്ലേലൂയ. നീതിമാൻ ആമേൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇറക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ദൈവം വിശ്വസ്തൻ. അവൻ പറയുന്നു, ദൈവ പൈതലിനെ പറ്റി പറയുന്നു, അവൻ വീണാലും നീതിമാൻ വീണാലും നിലം പരിചയാകത്തില്ല. യെസ്, സ്ട്രഗിൾസ് ഉണ്ട്, പക്ഷെ നാം നിലം പരിചയാകത്തില്ല, നാം തകർന്നു പോകത്തില്ലെന്നാ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. യഹോവ അവനെ കൈ പിടിച്ച് താങ്ങുന്നു. നമ്മെ താങ്ങുന്ന ഒരു കരം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവനവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവം, നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവം. ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.